ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രോഹിത്തിൻ്റെ പ്രവൃത്തിയിൽ ശ്യാമയ്ക്ക് നല്ല സംശയമുണ്ട്. എന്തൊക്കെയോ രോഹിത്ത് ഒളിക്കുന്നുണ്ട്, അതെന്തുവായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് ശ്യാമ ഇങ്ങനെ കട്ടിലയിലുണ്ട് ആലോചിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രോഹിത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ശ്യാമ ബെഡ്ഷീറ്റ് എടുത്ത് ചൂടി ഉറങ്ങുന്ന പോലെ അങ്ങ് നടിക്കുവാണ്. ശ്യാമ ഉറങ്ങുവാണെന്ന് കരുതി രോഹിത്തും ആ കട്ടിലേ വന്നിങ്ങനെ ഇരിക്കുവാണ്. ശ്യാമയെ തന്നെ നോക്കുന്നുണ്ട് രോഹിത്ത്. ഇതൊക്കെ ശ്യാമയ്ക്ക് ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. രോഹിത്ത് എന്തൊക്കെയോ ആലോചിക്കുവാണ്. രോഹിത്തിന് എന്തോ കുറ്റബോധവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. കുളത്തുപുഴ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോകളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുവാണ്. ഓട്ടോക്കാരൻ ദിനേശൻ പറയുക, ദൈവമേ, ഇന്നൊരു 10-20 ഓട്ടോയെങ്കിലും കിട്ടണേ, അതൊരു വല്ലാത്ത ആർത്തിയാണല്ലോടാ എന്നൊക്കെ കൂടെ നിൽക്കുന്നവർ പറയുന്നുണ്ട്. ഇപ്പം നീ ഒരു ഓട്ടോ അങ്ങോട്ട് പോയിട്ട് വന്നതല്ല ഉള്ളു, കുറഞ്ഞതൊരു 400 രൂപയെങ്കിലും നിൻ്റെ പോക്കറ്റിൽ ഇപ്പോൾ വീണ് കാണും. അയ്യോ എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, കറണ്ട് ബില്ല് അടച്ചിട്ടില്ലെന്നേ, ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. എടാ നിൻ്റെ അമ്മ പറഞ്ഞല്ലോ കാശ് നിൻ്റെ തന്നു വിട്ടിട്ടുണ്ടെന്ന്. കാശൊക്കെ അമ്മ തന്നു വിട്ടിട്ടുണ്ട്. ഓ, ആ കാശായിരിക്കും ഇന്നലെ ബാറിൽ കൂട്ടുകാരുമായിട്ട് അടിച്ച് തീർത്തത്. എടാ ദിനേശ, നിൻ്റെ അടിയിച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു, ഇനി നന്നായാൽ നിനക്ക് കൊള്ളാം. അല്ല ശ്രീധരേട്ടാ, മോക്ക് A+ കിട്ടിയെൻ്റെ ചിലവൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എടാ, നമ്മൾ എന്തായാലും ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ടല്ലോടാ, അന്ന് കൂടണം, അന്ന് കൂടിയേ പറ്റൂ കേട്ടോ. ഈ ഓട്ടോ സ്റ്റാൻഡിൽ ആർക്കും കിട്ടാത്ത ഒരു അംഗീകാരമാണ് മോള് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. അത് നമുക്ക് അടിച്ച് പൊളിക്കണം എന്നിങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴങ്ങോട്ട് കമലൻ ഒരു ബൈക്കിൽ അങ്ങോട്ട് വരുവാണ്. കമലനെ കണ്ടിട്ട് അവർ ചോദിക്കുന്നു, അല്ല ഇതാര് കമലനോ? എടാ, നീ ലോറിപ്പണിയൊക്കെ മതിയാക്കിയോ? ഓട്ടോറിക്ഷക്കാരിൽ ഒരാൾ പറയാ, ഞാൻ പറഞ്ഞതാ ശ്രീധരേട്ടാ ഇവനോടൊരു ഓട്ടോ എടുക്കാൻ, അപ്പോൾ ഉള്ള ഓട്ടം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് വീതിച്ചെടുക്കാമല്ലോ. അതിനെന്താ, എൻ്റെ ആശാൻ ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട്, അത് ഈ ഓട്ടോ സ്റ്റാൻഡിലോട്ട് കൊണ്ടുവരും. നിങ്ങളെല്ലാം ഐശ്വര്യപൂർവ്വം ആശാനെ അങ്ങ് സഹകരിപ്പിച്ചാൽ മതി. അതെന്ത് വർത്തമാനമാടാ കമല നീ പറയുന്നത്? നീ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ വല്ലതും വേണ്ടാന്ന് വെക്കുവോ? അതിലൊരുത്തൻ പറയുന്നു, ഇവിടെ ഉള്ളവർക്ക് തന്നെ പണി കുറവാണ്. അത് ശ്രീധരേട്ടൻ പറയുന്നുണ്ട്, നിനക്ക് പണിയെടുക്കാൻ മടിയായതുകൊണ്ടാണ്. 4 മണിക്ക് വണ്ടി ഒതുക്കിയിട്ടിട്ട് ബാറിൽ പോയിരുന്നാലേ പോക്കറ്റ് ചില്ലറയൊന്നും തടയില്ല. എടാ കമല, നീ നിൻ്റെ ആശാനോട് ചെന്ന് പറ ഓട്ടോ ഇവിടെ കൊണ്ടിടാൻ, നമുക്കുള്ളതുപോലൊക്കെ അങ്ങ് ഓടാവിടാ. അതിനെന്താ, ആശാൻ ഇപ്പോൾ എത്തും, കണ്ടിട്ടേ ശ്രീധരേട്ടൻ പോകാവുള്ളേ, അത് അത്രയേ ഉള്ളടാ കമല. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ പുതിയതായിട്ടൊരാൾ വരുമ്പോൾ പരിചയപ്പെടാതെ പോകുന്നത് ശരിയല്ലല്ലോടാ. അപ്പോഴങ്ങോട്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ ഓട്ടോശ്രീ ഓട്ടോ അങ്ങോട്ട് വരുന്നുണ്ട്. ഓട്ടോയിൽ നിന്നിറങ്ങി വിഷ്ണു ഒരു സിനിമ സ്റ്റൈലിലൊരു നോട്ടോ ഒക്കെ നോക്കി അവരുടെ അടുത്തോട്ട് വരുവാണ്. കമലൻ അങ്ങോട്ട് ചെന്ന് വിഷ്ണുവിനോട് പറയുമോ, ആശാനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആ ശ്രീധരേട്ടനോട് പറയുന്നത്, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ആശാൻ. അങ്ങനെ അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുവാണ്. അതിലൊരാൾ പറയുന്നത്, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് കേട്ടോ, പരിപാടി ഇല്ലാത്തപ്പോഴേ ഞാൻ ഓട്ടോ ഓടിക്കാൻ പോകത്തുള്ളൂ. എവിടെയും കളിയാക്കാൻ ആൾ കാണുമല്ലോ. അതിലൊരുത്തൻ പറയുന്നത്, ഇവന് പ്രോഗ്രാം കുറവായതുകൊണ്ട് ഇവൻ എപ്പോഴും ഈ സ്റ്റാൻഡിൽ തന്നെയാണുള്ളത്. കമലൻ പറയുക, എൻ്റെ ആശാനെ അത്ര മോശമൊന്നും ആളല്ല, വലിയ നിലയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആളാ, പക്ഷേ സാഹചര്യം ഇങ്ങനെയൊക്കെ ആക്കി എന്നിങ്ങനെ കമലൻ പറയുമ്പോഴേ പെട്ടെന്ന് വിഷ്ണു അവൻ്റെ തോളിൽ തട്ടി സിഗ്നൽ കൊടുക്കുന്നുണ്ട്, ഒന്നും പറയണ്ടെന്ന്. എടാ കമല, ഇനി മുതൽ ഈ വിഷ്ണു ഞങ്ങൾക്കും ആശാന എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. എന്നാലേ വിഷ്ണു, ദാണ്ട് ആ ബോർഡിലെ ഓട്ടോയുടെ പേരെഴുതണം. ഓരോരുത്തരുടെയും ടേൺ അനുസരിച്ചാണ് നമ്മളിവിടെ നിന്ന് ഓട്ടോ ഓടുന്നതേ. ആശാനെ, ആ ബോർഡിലോട്ടെ അന്തസ്സായിട്ട് നമ്മുടെ ഓട്ടോശ്രീ എന്നുള്ള പേരങ്ങോട്ട് എഴുതാശാനെ. അങ്ങനെ എല്ലാവരുടെയും കയ്യടിയോടെ നമ്മുടെ വിഷ്ണു ആ ബോർഡിലോട്ട് ഓട്ടോശ്രീ എന്ന് എഴുതുവാണ്. ഒരുത്തൻ്റെ ചെവി പറയാ, എന്തോ വലിയ നിലയിൽ കഴിഞ്ഞിട്ടാണ് പറയുന്നത്, എനിക്ക് ഇയാളെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പിന്നെ നല്ല നിലയിൽ കഴിഞ്ഞ ആളല്ലയോ ഇപ്പോൾ ഓട്ടോ ഓടിക്കാൻ വരുന്നത്. എടാ താനൊന്നും മിണ്ടാതിരിക്കടാ, അവൻ കേൾക്കുവിടാ. അത് കേട്ടോണ്ട് നമ്മുടെ കമലൻ പറയുക, എന്തുവാ അവിടെ ഒരു കുശുകുശു വർത്തമാനം? അതേ, ഇവൻ പറയുക, നല്ല നിലയിൽ കഴിഞ്ഞ ആളാണോ ഇപ്പോൾ ഓട്ടോ ഓടിക്കാൻ വരുന്നതെന്ന്. അപ്പോൾ അതുവഴി നമ്മുടെ കളക്ടർ ശാലിനിയുടെ കളക്ടർ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ശാലിനി ആ ഓട്ടോ സ്റ്റാൻഡിൽ അവിടെ നിൽക്കുന്നവരെയൊക്കെ നോക്കുന്നുണ്ട്. വിഷ്ണു ഒരു ചമ്മലും ഒരു ജാള്യതയും ഒരു നാണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ശാലിനിയെ നോക്കുവാണ്. ശാലിനി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, എന്ത് പറയാനായിരിക്കും ഇവരുടെ മുന്നിൽ വെച്ച്? ശാലിനി രാമുവേട്ടനോട് പറയുക, രാമുവേട്ട വണ്ടി കളക്ടർ ഓഫീസിലോട്ട് കൊണ്ടിട്ടേരെ. ശാലിനി അങ്ങോട്ട് വന്ന ഓട്ടോശ്രീ നോക്കിയിട്ട് പറയുന്നത്, ആ ഓട്ടോയുടെ ആളാരാണ്? അത് ഞാനാണ് എന്നിങ്ങനെ വിഷ്ണു പറയുവാണ്. എന്നാലേ കന്നി ഓട്ടം തന്നെ ആയിക്കോട്ടെ കളക്ടർ ഓഫീസിലോട്ട്. കമലനും വിഷ്ണു ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കുവാണ്. ഇവർക്കൊക്കെ ശാലിനി വിഷ്ണുവിൻ്റെ ഭാര്യയാണെന്ന് അറിയില്ല.
വിഷ്ണു അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ശാലിനിയോട് പറയാ, മേഡം കയറണം. അങ്ങനെ വിഷ്ണു കമലനെ നോക്കി ചിരിച്ചോണ്ട് ശാലിനിയുമായിട്ട് ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ്. എടാ കമല, കളക്ടർ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണെന്നാണ് തോന്നുന്നത്. അവൻ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ട് വന്നതാ. എന്തോന്ന് കുഴപ്പം? അവർ ഭാര്യയും ഭർത്താവും കൂടെ ഓട്ടം പോയതിന് നമുക്കെന്ത് കുഴപ്പമാ? എന്താ വാടാ കമല നീ പറയുന്നത്? ഭാര്യയും ഭർത്താവോ? അതെ, നമ്മുടെ ജില്ലാ കളക്ടറുടെ പേരെന്തുവാ? ശാലിനി വിഷ്ണു. അപ്പോൾ ആ വിഷ്ണു ആരാ? നമ്മുടെ ആശാൻ. അയ്യോ, അപ്പോൾ ആ വിഷ്ണുവാണോ ഈ വിഷ്ണു? പിന്നല്ലാതെ. ഭാര്യ കളക്ടറാണെന്നും പറഞ്ഞേ വീട്ടിലൊരു ജോലിയും ചെയ്യാതിരിക്കാൻ എൻ്റെ ആശാനെ അങ്ങനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടല്ലേ കാക്കിയിട്ടുണ്ടേ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനോടൊപ്പം ഇറങ്ങിയത്. എങ്കിൽ ഈ ഓട്ടോ സ്റ്റാൻഡ് നമ്മളൊരു കലക്കുവേടാ. കളക്ടറെ ഭർത്താവാ നമ്മളോടൊപ്പം ഓട്ടോ ഓടിക്കുന്നതൊക്കെ പറയുന്നതേ ഒരു വെയിറ്റ് അല്ലയോ? എങ്കിൽ പിന്നെ പ്രശാന്ത്, ശ്രീധരേട്ടൻ്റെ മോക്കെ എല്ലാ വിഷയത്തിനും A+ കിട്ടിയേനെ. അതിന് നമ്മുടെ കളക്ടറെ കൊണ്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുപ്പിച്ചാലോ? എൻ്റെ പൊന്ന് പ്രശാന്ത്, ഇത് നമ്മളെ സ്വന്തം കളക്ടർ അല്ലയോ? ഇത് ചെയ്യിപ്പിക്കുന്ന കാര്യം ഈ കമലനേറ്റ്. എനിക്ക് ഈ കളക്ടറെ ഏട്ടത്തിയമ്മയെന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളാ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ശ്രീധരേട്ടൻ്റെ മോടെ കാര്യമല്ലേ ഇത്, ഞാനങ്ങ് ഏറ്റ്. കമലനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും കൂടെ നീ ഞങ്ങളുടെ മുത്താടാ എന്നും പറഞ്ഞ് കമലിനെ പൊക്കിയെടുത്തിങ്ങനെ സന്തോഷിക്കുവാണ്. ശാലിനി വിഷ്ണുവിനോട് ഓട്ടോയിലിരുന്നോട് പറയുക, ഈ ഓട്ടോയിലിരിക്കുന്നത് സ്ഥലം ജില്ലാ കളക്ടറാ. കുണ്ടും കുഴിയൊക്കെ നോക്കി വേണം ഓടിക്കേണ്ടത്. അത് കളക്ടർ പറഞ്ഞ ശരിയാ. അത് പറയേണ്ടതേ പൊതുമരാമത്ത് വകുപ്പിനോടാ. വർഷാവർഷം എല്ലാ വണ്ടിക്കാരുടെയും കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് മാഡം ഈ വഴിയിലെ കുണ്ടും കുഴിയും നികത്താത്തത്? ഞങ്ങളെപ്പോലുള്ള സാധാരണ പാവ ഓട്ടോറിക്ഷക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ AC കാറിൽ ഇങ്ങനെ അടച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ പാവപ്പെട്ടവരുടെ വേദനയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതുപോലെയൊക്കെയുള്ള റോഡിൽ കൂടെ ഓടിക്കുമ്പോഴേ ഇന്ധന ചെലവ് കൂടുന്നു. വാഹനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് കയറ്റേണ്ടി വരും. അതുമാത്രമാണോ, വാഹനങ്ങളിങ്ങനെ പതുക്കെ ഓടിക്കുന്നതുകൊണ്ടേ പല ട്രിപ്പുകളും ഞങ്ങൾക്ക് ക്യാൻസലാകുകയാണ്. ഇതെല്ലാം സഹിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കൃത്യസമയത്ത് എത്തിക്കുമ്പോഴേ ഒരു 10-20 രൂപയ്ക്കൊക്കെ ഒന്ന് തല്ലി പിടിക്കേണ്ടി വരും. മേഡത്തിന് ഇത് വല്ലതും അറിയാവോ? ഇതൊക്കെ ശരാശരി ഓട്ടോ ഓടിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളാണ്. നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആൾക്കാരെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള സാധാരണക്കാരുടെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കണം. ഈ ഓട്ടോയിൽ ഇങ്ങനെ പോകുന്ന സുഖം AC കാറിലിരുന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടില്ല. അതെ, കാക്കിയിട്ടപ്പോഴേ സമരവീര്യമൊക്കെ പുറത്തു വന്ന് തുടങ്ങി അല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഈ പണിയും എനിക്ക് തലവേദനയാകുമെന്ന് ഉറപ്പ് അല്ലേ വിഷ്ണുവേട്ടാ? പിന്നെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ആ ഓട്ടോയിൽ കയറി പോന്നിരിക്കുന്നത്. സ്റ്റാൻഡിലിനി ഇതൊരു സംസാര വിഷയമാകുമോ? ഓ പിന്നെ അവരാരും ഇതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിനകത്തോട്ട് വന്നു കയറിയത് വലിയ സിനിമാ നടിയൊന്നും അല്ലല്ലോ. അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ അവർ ശ്രദ്ധിച്ചാന്. ഇനി മഞ്ജു വാര്യരോ നയൻതാരയോ അങ്ങനെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊരു സംസാര വിഷയം മാത്രമല്ല, ഒരു ജനപ്രവാഹം തന്നെ ആയാന്. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പം കളക്ടർക്ക് ഒരു വിലയില്ലെന്നാണോ? അയ്യോ, വിലയുണ്ട്, നല്ല വിലയുണ്ട്. ഈ ഇടിവെട്ടും മഴയൊക്കെ വരുമ്പോഴേ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല വിലയുണ്ട്. കാരണം അവർക്ക് അവധി കൊടുക്കുന്ന കളക്ടറാണല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിയെ കളിയാക്കി ചിരിക്കുവാണ്. വേണ്ട വിഷ്ണു ഏട്ടാ, വേണ്ട കേട്ടോ. എടോ, എനിക്ക് തന്നോടല്ല വേറെ ആരോടോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? ശാലിനി വിഷ്ണു എന്ന മനോഹരമായ പൂവിന് ചുറ്റും പാറിപ്പറക്കുന്ന ഒരു വണ്ട്, അതാണ് ഈ വിഷ്ണു. അല്ല, എന്തു പറ്റി? കുറച്ച് മുമ്പ് വരെ സമരവാക്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം റൊമാൻസിലോട്ടെത്താൻ എന്താ ഇത്ര പെട്ടെന്ന് തോന്നിയത്? വിഷ്ണു പെട്ടെന്ന് ഓട്ടോറിക്ഷ നിർത്തുവാണ്. ശാലിനി ചോദിക്കുന്ന, അതെന്താ നിർത്തിയത്? തനിക്ക് എപ്പോഴാണ് സത്യത്തിൽ കളക്ടർ ഓഫീസിൽ എത്തേണ്ടത്? അതെനിക്കൊരു 2 മണിക്ക് എത്തണം. 3 മണിക്കൊരു മീറ്റിംഗ് ഉള്ളതാണ്. അതൊക്കെ എനിക്ക് ഓട്ടോ ചാർജ് കൂടും. അതിനെന്താ, ഈ മീറ്റർ ചാർജിലുള്ളതേ ഞാൻ തരത്തുള്ളൂ. അപ്പോൾ മേഡത്തിൻ്റെ പ്ലാൻ എങ്ങനെയാ? ഒരു കറക്കം, ഒരു ഫുഡ് കഴിപ്പ്, എന്നിട്ട് 2 മണിക്ക് കളക്ടറേറ്റ്. അതുപോലെ? അത് മതി വിഷ്ണു ഏട്ടാ. അങ്ങനെ വിഷ്ണുവും ശാലിനിയും ആ ഓട്ടോറിക്ഷയെ തമാശകളും പൊട്ടിച്ചിരികളും അവരുടെ റൊമാൻസും ഒക്കെ ആയിട്ട് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നൂർജഹാൻ കോളേജിൽ പോയിട്ട് വലിയ സന്തോഷത്തോടെ ഓടി വരുവാണ്. ബാപ്പിച്ചിയോട് ഞാൻ വാക്ക് പറഞ്ഞതുപോലെ ഞാൻ എൻട്രൻസും പാസ്സായിട്ടുണ്ട്. ഇനി ബാപ്പിച്ചി എനിക്ക് തന്ന വാക്ക് പാലിക്കണം, എന്നെ പഠിപ്പിക്കാമെന്ന്. നസീറിൻ്റെ ബാപ്പ അങ്ങോട്ട് വന്നിട്ട് പറയുക, ഇങ്ങനെ കിടക്കുന്ന ആൾ നിന്നെ എങ്ങനെ പഠിപ്പിക്കാന്? നീ ഇനി ഒരിടത്തും പഠിക്കാൻ പോകുന്നില്ല. ഇനി വീട്ടിൽ നിന്നാൽ മതി. കഞ്ഞിയും കറിയും വെക്കാനുള്ള പഠിപ്പൊക്കെ നിനക്കായിട്ടുണ്ട്. എനിക്ക് ഡോക്ടറാകണം, എന്നെ അതിനുവേണ്ടി പഠിപ്പിക്കാമെന്ന് എൻ്റെ ബാപ്പിച്ചി പറഞ്ഞതാ.
അതിന് നീ ഡോക്ടറായിട്ട് വന്നിട്ടേ ഇവിടെ ആരെയും ചികിത്സിക്കണ്ട. സുബൈർക്ക ഇത് കണ്ട് വിഷമിക്കുവാണ്. പാവം ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. കണ്ണുനീരൊഴുകുവാണ് സുബൈർക്കയുടെ കണ്ണിക്കൂടെ. ഡോക്ടറാകാനുള്ള യോഗമൊന്നും നിനക്കില്ലെന്നങ്ങ് കരുതിയാൽ മതി. ഡോക്ടറെ അതിന് ചില്ലറ പഠിത്തം വല്ലതുമാണോ? അതിനൊക്കെ പണം എത്ര വേണമെന്നാ? അതിനൊക്കെ പണം ഒട്ട് എടുക്കാനും ഇവിടെ പറ്റില്ല, ഞാനൊട്ട് സമ്മതിക്കത്തതുമില്ല. മറ്റാരുടെയും പൈസ കൊണ്ടല്ലല്ലോ ഞാൻ പഠിക്കാൻ പോകുന്നത്. ഞാൻ പഠിക്കാൻ പോകുന്നത് എൻ്റെ ബാപ്പിച്ചിയുടെ പൈസ കൊണ്ടാ. ആഹാ, നീ തർക്കുത്തരം പറയുന്നോ? ഇവിടെ സ്ത്രീകളാരും ഇങ്ങനെ നേരെ നിന്ന് സംസാരിക്കാറില്ല. എവിടുന്ന് കിട്ടി നിനക്ക് ഈ ധൈര്യം? എൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ രീതിയിലല്ല ഞാനിതിനൊക്കെ മറുപടി പറയുന്നത്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുതിർന്നവരാ, അതനുസരിക്കേണ്ട കാര്യമേ നിനക്കുള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിൻ്റെയും നസീറിൻ്റെയും നിക്കാഹ് ഉടനെ നടത്തണം. അതീ ഞാൻ നടത്തിയിരിക്കും. ബാപ്പിച്ചി എനിക്ക് പഠിച്ചാൽ മതി ബാപ്പിച്ചി. ഇപ്പോഴെനിക്ക് നിക്കാഹ് ഒന്നും വേണ്ട. പാവം സുബൈർക്ക ഏങ്ങിക്കരയുവാണ് മോളെ നോക്കി. തളർന്നു കിടക്കുന്ന നിൻ്റെ ഈ ബാപ്പിച്ചി നിന്നോട് എന്തു പറയാനടി? നൂർജഹാൻ എഴുന്നേറ്റ് കരഞ്ഞോണ്ട് പറയുക, ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ വിട്ടില്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കി കളയും. നസീറിൻ്റെ ബാപ്പ എഴുന്നേറ്റിട്ട് പറയുക, നിൻ്റെ ഈ വിരട്ടലും പറച്ചിലും ഒക്കെ ഈ ഒന്നും മിണ്ടാതെ തളർന്നു കിടക്കുന്ന നിൻ്റെ ഈ ബാപ്പിച്ചി ഉണ്ടല്ലോ, അയാളുടെ അടുത്തേ നടക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് ഇതൊന്നും നടക്കൂല. എന്തെങ്കിലും നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താതെ ഞാൻ ഇവിടുന്ന് മടങ്ങില്ല. എൻ്റെ ഉമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഡോക്ടറാകണമെന്ന്. അതേ, മയ്യത്തായി തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളിൻ്റെ ആഗ്രഹമാണോ അതോ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളിൻ്റെ ആഗ്രഹമാണോ വേണ്ടത്? മയ്യത്തായവർ മയ്യത്തായിപ്പോയി. അതിൻ്റെ പിന്നാലെ നടന്നിട്ട് എന്താ കാര്യം? കുഴിന്ന് എഴുന്നേറ്റൊന്നും വന്ന് അനുഗ്രഹിക്കത്തൊന്നും ഇല്ലല്ലോ. നസീറിൻ്റെ ഉമ്മ പറയാ, മോളെ നൂറെ, നിന്റെ ഉമ്മയുടെ മനസ്സെനിക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങൾ അത്രയ്ക്ക് കൂട്ടായിരുന്നു. മരിക്കുന്നതിന് മുൻപ് നിന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞത് എൻ്റെ കൽബാണ് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നതെന്ന്. അത് ഞാൻ എൻ്റെ മരണം വരെ നിധി പോലെ കാക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാ നീ നസീറിൻ്റെ പെണ്ണായി മാറണമെന്ന് പറഞ്ഞത്. ഇനി ഈ കാര്യത്തിൽ ആരും കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ തീരുമാനിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. അതിനൊരാളും തടസ്സം വരാൻ ഞാൻ സമ്മതിക്കത്തതുമില്ല. നൂർജഹാൻ കരഞ്ഞോണ്ട് പറയുക, ഞാൻ സമ്മതിക്കില്ല ബാപ്പിച്ചി, ഈ കല്യാണം നടത്തരുത്, എനിക്ക് സമ്മതമല്ല. നടത്തല്ലേ ബാപ്പിച്ചി, എനിക്കിഷ്ടമല്ല, പ്ലീസ് ബാപ്പിച്ചി എന്നും പറഞ്ഞ് നൂർജഹാൻ അങ്ങ് സുബൈർക്കയെ നോക്കി കരയുവാണ്. വിഷ്ണു ശാലിനിയും കൊണ്ടുവന്ന് കളക്ടറേറ്റിൻ്റെ കുറച്ച് മാറി നിൽക്കുവാണ്. എന്താ വിഷ്ണുവേട്ടാ ഓട്ടോ നിർത്തിയത്? അതേ, ആ കാണുന്നതാണ് കളക്ടറേറ്റ്. അത് കുറച്ചങ്ങോട്ട് നടന്നങ്ങ് പോയാൽ മതി. അതെന്താണെന്നാ ഞാനും ചോദിച്ചത്. ദാണ്ട ശാലിനി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എടോ, താനൊരു ജില്ല ഭരിക്കുന്ന കളക്ടറാടോ. ആ കളക്ടർക്ക് കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. ഒരു ഓട്ടോയിലൊക്കെ വന്നിറങ്ങുന്നെന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയാവില്ല. അത് മാത്രമല്ല ശാലിനി, ഞാനൊരു ഓട്ടോക്കാരനാന്ന് തൻ്റെ സഹപ്രവർത്തകരൊക്കെ അറിഞ്ഞാലേ അതൊരു നാണക്കേടാ. ആർക്കാ വിഷ്ണുവേട്ടാ നാണക്കേട്? എടോ, ആനക്കാനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ കളക്ടറെ വില അറിയത്തില്ല. ജനങ്ങൾക്ക് മുന്നിലേ തനിക്കൊരു സ്ഥാനമുണ്ട്. അതെ, ഞാനായിട്ട് കളഞ്ഞു കുളിക്കാൻ ഒരുങ്ങുന്നില്ല. എൻ്റെ വിഷ്ണുവേട്ട, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഈ സ്ഥാനമാനങ്ങളൊക്കെ എന്നാ ഉണ്ടായത്? രാജി എന്നുള്ള 2 അക്ഷരത്തെ തീരാവുന്നതേ ഉള്ളൂ എൻ്റെ ഈ ജോലിയും പത്രാസും ഒക്കെ. പക്ഷേ 2 അക്ഷരമുള്ള മറ്റൊരു വാക്കുണ്ട്. എൻ്റെ കഴുത്തിൽ അഗ്നിസാക്ഷിയായി വിഷ്ണുവേട്ടൻ കെട്ടിയ ഈ താലി, ഇതിലെ 2 മനസ്സുകളെ വിളക്കി ചേർത്തതിൻ്റെതായ ഒരു ബലമുണ്ട്. ഈ ഒരു ഉറപ്പ് കയ്യിലുള്ളപ്പോൾ ഏത് സഹപ്രവർത്തകരെയാ വിഷ്ണുവേട്ട നമ്മൾ പേടിക്കേണ്ടത്? എൻ്റെ വിഷ്ണുവേട്ടൻ അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ്, സാധാരണക്കാരൻ്റെ അത്താണി. അതിൻ്റെ ഗമയൊന്നും ഈ ആകാശത്തിൽ പറന്നു പോകുന്ന വിമാനം ഓടിക്കുന്ന പൈലറ്റിന് പോലും കിട്ടില്ല. 10 രൂപയ്ക്ക് മുറുക്കാൻ മേടിക്കാൻ പോകുന്ന അമ്മുമ്മയ്ക്കായാലും മിനിമം ചാർജ് മടിത്തട്ടിൽ ചൊരുക്കിക്കൊണ്ട് പോകാവുന്നതാണ് ഈ ഓട്ടോ. അതുപോലെ ഈ മുകളിൽ കൂടെ പറന്നു പോകുന്ന ആ ആകാശപ്പറവയിലൊന്നും കയറിപ്പോകാൻ പറ്റില്ലല്ലോ. പിന്നൊരു കാര്യം, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഓട്ടോറിക്ഷയിൽ കളക്ട്രേറ്റിൽ വന്ന് ഇറങ്ങുന്ന കണ്ട് അപമാനമായി കാണുന്നവരുണ്ടെങ്കിൽ എനിക്കവരെ വേണ്ട. സാധാരണക്കാരൻ്റെ വാഹനമാണ് ഓട്ടോ. എനിക്കതിൽ കയറുന്നതിൽ അഭിമാനമേ ഉള്ളൂ. വിഷ്ണുവേട്ടാ, മര്യാദയ്ക്ക് വണ്ടിയെടുക്ക്, എന്നെ കളക്ടർ ഓഫീസിൻ്റെ മുമ്പിൽ ഇറക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ വിഷ്ണു ശാലിനിയും കൊണ്ട് ആ ഓട്ടോറിക്ഷയിൽ കളക്ട്രേറ്റിൻ്റെ മുന്നിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോ ഓടിച്ച് വിഷ്ണുവിന് നഷ്ടപ്പെട്ട സ്വത്തുക്കളെല്ലാം തിരിച്ചു പിടിക്കട്ടെ. അങ്ങനെ ആ യുവമിഥുനങ്ങളായ ശാലിനിയെയും വിഷ്ണു സന്തോഷത്തോടെ ജീവിക്കുന്ന റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.